വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സെന്ററിൻ്റെ തുള്ളി വെളിച്ചം എന്ന പദ്ധതിയിലൂടെ പ്രബോധന രംഗത്തും സതുപദേശ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വിങ്ങിന് എൻ്റെ ആശംസകൾ ആദ്യമായി നേരുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആധുനിക വാർത്താ മാധ്യമങ്ങളെ, ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിന് നേരെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനെ അതേ മാർഗം ഉപയോഗിച്ച് നല്ല മാർഗത്തിലേക്ക് വഴിതിരിച്ചു വിടേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമായി തന്നെ കാണേണ്ടതായിരിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ സാഹചര്യം, വിദ്യാലയങ്ങൾ ഒരു അധ്യയന വർഷം പൂർത്തീകരിച്ച് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രവാസി രക്ഷിതാക്കളെ പ്രത്യേകമായി ഉണർത്തുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ. ഏതൊരു സംരംഭത്തിൻ്റെയും നല്ല തുടക്കം എന്നത് ആ സംരംഭത്തിൻ്റെ പകുതി വിജയമായിട്ടാണ് ആപ്തവാക്യങ്ങൾ കണക്കാക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വളരെ വിശാലമായ അർത്ഥവും വളരെ വിശാലമായ വ്യാഖ്യാനങ്ങളും നൽകാവുന്ന, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന, പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നവാഗതരായ വിദ്യാർത്ഥികൾക്കും ഏത് വിദ്യാർത്ഥികൾക്കും അവരുടെ ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളെ ഈ സംരംഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണിത്. ഒരു തുടക്കം എന്നത് എല്ലാ അർത്ഥത്തിലും അതിൻ്റേതായ ഗൗരവമുണ്ട്, അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതിൻ്റേതായ അർത്ഥവും വ്യാപ്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞതുപോലെ നല്ല തുടക്കമായാൽ ആ അധ്യയന വർഷം ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വിജയകരമായിരിക്കും. ഒരു നല്ല തുടക്കം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അധ്യയന വർഷം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, ജീവിതത്തിൽ മുഴുവനായും അവൻ്റെ ജീവിതത്തിൽ നിലനിർത്താൻ സാധ്യമാകുന്ന രീതിയിൽ നല്ല ശീലങ്ങൾ അവനിലേക്ക് വളർത്തിയെടുക്കുക. ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കം നന്നാവുക എന്നത് ആ അധ്യയന വർഷത്തിൽ അവൻ സ്വീകരിക്കേണ്ട നല്ല ശീലങ്ങളെ ആദ്യം മുതൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക. ആ നല്ല ശീലങ്ങളെ വളർത്തിയെടുക്കുന്നതിലൂടെ അവൻ നല്ലൊരു വ്യക്തിയായി മാറും. അത് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് അവരനുഭവിക്കുന്നത്. നാട്ടിലെ വിദ്യാലയങ്ങൾ 9 മണിക്കും 10 മണിക്കും ആരംഭിക്കുമ്പോൾ ഇവിടെ വിദൂരതയിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾക്ക് കൃത്യം 7:30 മുമ്പ് സ്കൂളുകളിലെത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും വളരെ നേരത്തെ ബസ്സുകളിൽ യാത്ര തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നേരത്തെ യാത്ര തിരിച്ച് സമയത്ത് സ്കൂളിലെത്തേണ്ടി വരുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം അവരിലുണ്ടാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പലപ്പോഴും ബസ് വരുന്നതിൻ്റെ 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് കുട്ടികളെ വിളിച്ചുണർത്തി ദ്രുതഗതിയിൽ പ്രഭാതകർമ്മങ്ങളും പ്രഭാത ഭക്ഷണവും നൽകി വളരെ കൂടുതൽ ബസ്സുകാരനെ കാത്തിരുത്തി സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും പല വിദ്യാർത്ഥികളിലും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിദ്യാർത്ഥി കൃത്യസമയത്ത് അവൻ്റെ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച് കൃത്യസമയത്ത് സ്കൂളിലെത്തിയിട്ടില്ലെങ്കിൽ അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഉമ്മയുടെ ധൃതിപ്പെടുത്തലിൻ്റെ അസ്വസ്ഥതകൾ അവൻ്റെ മനസ്സിനെ വേവലാതിപ്പെടുത്തുന്നു. മറുഭാഗത്ത് താഴെ നിന്ന് ബസ് ഡ്രൈവർ നൽകുന്ന മിസ് കോളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബസ്സിൽ കയറി അവൻ്റെ കാരണത്താൽ എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് വൈകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ടീച്ചറുടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും മുഖവും അവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ശാസനാവാക്കുകളും അവൻ്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസത്തെ അവൻ്റെ പ്രഭാതത്തിൽ അവൻ എണീക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ,
സർവശക്തനായ അള്ളാഹുവെ, ഒരു ചെറിയ മരണത്തിൽ നിന്ന് എന്നെ പുനരുജ്ജീവിപ്പിച്ച നിനക്ക് സ്തുതി എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി എണീറ്റ് സുബഹി നമസ്കാരം കഴിഞ്ഞ് നല്ല മേഖലകളിലേക്ക് തിരിയേണ്ട, സന്തോഷത്തോടുകൂടി ഒരു പ്രവർത്തനം ആരംഭിക്കേണ്ട ഒരു വിദ്യാർത്ഥി, അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉമ്മയുടെ ആദ്യമായി ഉമ്മയുടെ വാക്കുകളിൽ നിന്ന്, പിന്നെ ഉപ്പയുടെ വാക്കുകളിൽ നിന്ന്, ഡ്രൈവറുടെ വാക്കുകളിൽ നിന്ന്, സ്കൂൾ അധികൃതരുടെ വാക്കുകളിൽ നിന്ന്, ക്ലാസ് ടീച്ചറുടെ വാക്കുകളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും വരുന്ന ഈ വ്യാകുലപ്പെടുത്തലുകളും അസ്വസ്ഥതകളും അടങ്ങുന്ന വാക്കുകൾ മാത്രമാണ് ഏറ്റവും പ്രഭാതത്തിൽ തന്നെ അവൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നത്. ഇത് തീർച്ചയായും അവൻ്റെ ആ ഒരു ദിവസത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ്റെ അന്നത്തെ ദിവസം എത്തിക്കുകയാണ്. ഇതുകൊണ്ട് അവനന്ന് ഒരു പക്ഷേ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത്രയും കേട്ട സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും അവൻ്റെ അവബോധ മനസ്സിനെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും അധ്യാപകൻ്റെ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുമ്പോഴും അവൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം നേരത്തെ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളുടെ മേഖലകളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന അവസ്ഥയിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ വൈകല് കൊണ്ട് അവന് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ല, അവന് കൃത്യമായി മോഷൻ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവന് കൃത്യമായി ശോധന ലഭിച്ചിട്ടില്ല. ഇത് അവൻ്റെ വ്യക്തി ജീവിതത്തെ വളരെ കൃത്യമായി വളരെ വിഷമകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു കുട്ടികൾക്ക് പോലും ക്ലാസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അവൻ ക്ലാസ് റൂമിൽ ഭയപ്പെടുന്നുണ്ടാകാം, അവൻ്റെ ശോധനക്കുറവ് മൂലം. ഇതിനെല്ലാം കാരണം അവൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ നല്ല തുടക്കത്തിൻ്റെ അഭാവമാണ്. ഈ നല്ല തുടക്കത്തിൻ്റെ അഭാവമുള്ളതുകൊണ്ട് ഈ മേഖലകളിലൊന്നും അവന് ശ്രദ്ധയുയർത്താൻ കഴിയുന്നില്ല, ഉന്മേഷവാനാകാൻ കഴിയുന്നില്ല, അവൻ്റെ പഠനത്തിൽ അവന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഇത് എല്ലാ ദിവസവും തുടരുന്നതോടുകൂടി ആ കുട്ടിയുടെ മാനസിക വളർച്ച തന്നെ തകരുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്.